മോനെ ഇപ്പൊ മോൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ പോകാൻ തുടങ്ങിയല്ലോ. അപ്പോ ഒരു ദിവസം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാന്ന് വെക്കാം. ഓൺ ദ വേ മോന് മനസ്സിലായി ഇതിനകത്തുള്ള വണ്ടിക്കകത്തുള്ള ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ 2 പേരുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ടെൻഷൻ ആവും, ഇതുപോലെ സ്റ്റണ്ട് ആവും അല്ലേ? ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാവോ? എന്തെങ്കിലും പറഞ്ഞിട്ട് ഓൺ ദ വേ ഇന്ന് വണ്ടി നിർത്തും, എനിക്ക് ഒരിടത്ത് പോകാനുണ്ട്, ഞാൻ ഇപ്പോഴും ഓർത്തെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങണം. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. അവരെത്ര നിർബന്ധിച്ചാലും കണ്ടിന്യൂ ചെയ്യരുത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയാമോ? ഈ വണ്ടി യാത്ര ചെയ്ത് പോകുമ്പോൾ പലതരത്തിലുള്ള ചെക്കിങ്സ് ഉണ്ടാവും പോലീസിന്റെയൊക്കെ. അങ്ങനെ ചെക്കിങ് വരുമ്പം ഒരാളുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചാലും ആ ഹോൾ ഗ്രൂപ്പിനെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ തെളിയിച്ചൊക്കെ വരണം, ഇയാളുടെ അറിഞ്ഞിട്ടില്ലെന്നും മറ്റേയാൾ അറിഞ്ഞിട്ടില്ലെന്നും ഈ ഒരാൾ കാരണമാണ് അയാളുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റേയാളുടെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നെന്നും ഡ്രഗ്സ് അത് ഇത്ര ഗ്രാമേ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തെളിയിച്ചു വരുന്നത് നെക്സ്റ്റ് തിങ് ആണ്. പക്ഷെ ആ വണ്ടിയിലുള്ള ഹോൾ പീപ്പിളിനെ പിടിക്കും, അറസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, ചില വിദ്വാൻമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ആ കയ്യിലുള്ളവൻ എന്ത് ചെയ്യും, പോലീസിനെ കാണുമ്പോൾ മറ്റവന്റെ ബാഗിലോട്ട് അങ്ങ് വെക്കും. അപ്പോഴും ആരാ പിടിക്കപ്പെട്ടിട്ട് അവസാനം ശിക്ഷിക്കപ്പെടുന്നത്? ഈ ആള്. ഹൂസ് ആൻഡ് ആരുടെ കയ്യിലാണോ ഇതുണ്ടായിരുന്ന അവരായിരിക്കും ശിക്ഷിക്കപ്പെടുക. അതുകൊണ്ട് മോനായാലും ഓരോ കുട്ടികളും വളരെയധികം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ കയ്യിൽ പോലും ഡ്രഗ്സ്, ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം പോലീസ് ചെക്കിംഗ് ഉണ്ടായാൽ ആ ഒരാളെ മാത്രമല്ല എല്ലാവരെയും ചേർത്തായിരിക്കും അറസ്റ്റ് ചെയ്യുക. ഓക്കെ.